രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജാതി വിവേചനം തടയാനായി UGC കൊണ്ടുവന്ന പുതിയ നിയമാവലികൾ വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിയൊരുക്കിയിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതി ഈ നിയമങ്ങൾ സ്റ്റേ ചെയ്തതോടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ നിയമങ്ങൾ വിവാദത്തിലായത്? എന്താണ് ഈ നിയമങ്ങൾ? രോഹിത് വെമുലയുടെയും പായൽ തഡ്വിയുടെയും അമ്മമാർ നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ശക്തമായ നിയമങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ശക്തമായ നിയമങ്ങൾ UGC കൊണ്ടുവന്നതും 2026 ജനുവരി 13 മുതൽ അത് നിലവിൽ വരുമെന്ന് പറഞ്ഞതും. ഇതിലെ പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ്: എല്ലാ സർവകലാശാലകളിലും ഈക്വൽ ഓപ്പർച്യൂണിറ്റി സെന്ററുകൾ സ്ഥാപിക്കണം. ജാതി വിവേചനം തടയാൻ പ്രത്യേക സമിതികളും സ്ക്വാഡുകളും രൂപീകരിക്കണം. വിവേചന പരാതികളിൽ കൃത്യസമയത്ത് നടപടിയെടുക്കണം. നിയമം പാലിക്കാത്ത സർവകലാശാലകൾക്കെതിരെ കർശനമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണം. എന്നാൽ ഈ നിയമം വന്ന ഉടൻ തന്നെ BJPയും മറ്റ് സവർണ സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇത് റിവേഴ്സ് ഡിസ്ക്രിമിനേഷന് വഴിയൊരുക്കുമെന്നാണ് അവർ പറയുന്നത്. ഇതിലൂടെ വ്യാജ പരാതികൾ ഉണ്ടാകുമെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സുപ്രീം കോടതി ഈ നിയമങ്ങൾ സ്റ്റേ ചെയ്തുകൊണ്ട് നിരീക്ഷിച്ചത് ഇവ വ്യക്തതയില്ലാത്തതാണെന്നും ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്നുമാണ്. എന്നാൽ ആനന്ദ് തെൽബുദയെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകർ പറയുന്നത് വ്യാജ പരാതികൾ ഉണ്ടാകുമെന്നത് വെറും അനുമാനം മാത്രമാണെന്നും ജാതി വിവേചനം നേരിടുന്ന ദളിത് പിന്നോക്ക വിഭാഗങ്ങളെ അടിച്ചമർത്താനാണ് ഈ എതിർപ്പുകൾ എന്നുമാണ്. ഈ നിയമം വന്ന സമയവും പ്രധാനമാണ്. ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അവിടെ ദളിത് പിന്നാക്ക വിഭാഗങ്ങളുടെ വോട്ട് ലഭിക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു നിയമം ഇപ്പോൾ കൊണ്ടുവന്നത് എന്നാണ് നിരീക്ഷകർ പറയുന്നത്. കാരണം 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദളിത് പിന്നാക്ക വിഭാഗങ്ങളുടെ വോട്ടുകളെല്ലാം സമാജ്വാദി പാർട്ടിക്ക് പോയിരുന്നു. കൗതുകരമായ കാര്യം, 2012 സമാനമായ നിയമങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ 2026 നിയമത്തിൽ ശിക്ഷാ നടപടികൾ കൂടി ഉൾപ്പെടുത്തിയപ്പോഴാണ് പ്രതിഷേധങ്ങൾ ഇത്ര ശക്തമായത്. ഇന്ത്യയിലെ ക്യാമ്പസുകളിൽ ജാതി വിവേചനം എന്നതൊരു ഫാക്ട് തന്നെയാണ്. ദർശൻ സോളങ്കി പോലെയുള്ള വിദ്യാർത്ഥികളുടെ ആത്മഹത്യ ചൂണ്ടിക്കാണിക്കുന്നതും അത് തന്നെയാണ്. ഇപ്പോഴും ജാതി വിവേചനം ക്യാമ്പസുകളിൽ തുടരുന്നു എന്ന്. നിയമങ്ങൾ എത്ര കടുപ്പിച്ചാലും സമൂഹത്തിന്റെ മനോഭാവത്തിൽ മാറ്റം വരാതെ ഇത്തരം വിവേചനങ്ങൾ അവസാനിക്കില്ല എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. സുപ്രീം കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നത് മാർച്ച് 19 അന്ന് സർക്കാർ എന്ത് തീരുമാനം എടുക്കുമെന്നതാണ് നിർണായകം.